നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ വാഹന പര്യടനത്തിന് തുടക്കമായി. വികസനത്തിന്റെ നാൾവഴികൾ, സേവനങ്ങൾ, ആരോഗ്യ സന്ദേശങ്ങൾ എന്നിവ ക്യാമ്പയിനിലൂടെ എന്നതാണ് പര്യടന ലക്ഷ്യം. വൈക്കോച്ചിറയിൽ ഹെർബർട്ട് കനാലിന് കുറുകെയുള്ള ഷട്ടർ നിർമ്മാണത്തിനിടെ സമീപത്തെ ആനക്കടവ് പാലം തകർന്നു. പാലത്തിന്റെ ഇരുകരകളിലുമുള്ള വലിയ തൂണുകൾ ഇടിഞ്ഞു വീണായിരുന്നു അപകടം. ചേർപ്പ് പുഞ്ചിരിപ്പാടത്ത് സ്ഫോടക വസ്തു എറിഞ്ഞ യുവാക്കളെ ആക്രമിച്ച് കാർ വെട്ടിപ്പൊളിച്ച സംഭവത്തിൽ കാറിൽ നിന്ന് MDMA പിടിച്ചെടുത്തു. കേസിൽ 5 പ്രതികൾ അറസ്റ്റ്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ വാഹന പര്യടനത്തിന് തുടക്കമായി. വികസനത്തിന്റെ നാൾവഴികൾ, സേവനങ്ങൾ, ആരോഗ്യ സന്ദേശങ്ങൾ എന്നിവ ക്യാമ്പയിനിലൂടെ എന്നതാണ് പര്യടന ലക്ഷ്യം. ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ വാഹന പര്യടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നൊരു ഏകദേശം ഒരു 35-40 ഏജ് ആകുമ്പോഴേക്കും ഒരു 60കാരൻ്റെ പവറാണ് എല്ലാവർക്കും, അല്ലേ? കാരണം ഇന്ന് വീട്ടമ്മമാർക്ക് സഹായമായിട്ട് ഉപകരണങ്ങൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിഭാരം വളരെ കുറവാണ്. എങ്കിലും നല്ല തിരക്കാണ് എല്ലാവർക്കും. ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെ ജോലിഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല യന്ത്രങ്ങളും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ജോലിക്ക് പോവുകയാണ്. നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യോഗ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നു. നമ്മ പല വിധത്തിലുള്ള എന്താ പറയുക, ആരോഗ്യം വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വ്യായാമങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ പല വിധത്തിലും നമ്മൾ കൊണ്ടാടുകയാണ്. പക്ഷേ നമ്മുടെ ഭക്ഷണ രീതികൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയാണ്. അതുപോലെ മന്തി, അങ്ങനെ എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിന് വീണ്ടെടുക്കാൻ പറ്റാത്ത എത്രയോ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണ് ഇപ്പോൾ രസകരമായി കഴിക്കുന്നത്, അല്ലേ? എന്താ പറയുക, ഇങ്ങനെ കെമിക്കൽ കൂടുന്തോറും ഭക്ഷണത്തിൻ്റെ രുചി കൂടാണ്. അത് നമ്മൾ നല്ല രസകരമായി കഴിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പണ്ട് കാലങ്ങളിലൊന്നും ഇത്ര അസുഖങ്ങളും ഇല്ല. അതായത് കെമിക്കൽ കുറവാണ്, സ്വയം ഉണ്ടാക്കി കഴിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതശൈലികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ KB പ്രജിത്ത്, രാജേഷ് വല്ലച്ചിറ, ജൂബി ചെറിയത്ത, സിനി പ്രദീപ്, രശ്മി ബൈജു, സുകന്യ ജിനേഷ്, ചേർപ്പ് ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ S അരുൺ, ഹെൽത്ത് സൂപ്പർവൈസർ AJ ആൻഡോ, നഴ്സിംഗ് സൂപ്രണ്ട് ജെസ്സി സോജൻ എന്നിവർ സംസാരിച്ചു. സാധാരണ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഫീൽഡ് ക്യാമ്പയിൻ നടത്തുന്നതാണ് എനിക്ക് മനസ്സിലാക്കാനായത്. കുറേ കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ ഹെൽത്ത് സെന്ററിലുള്ള സേവനങ്ങൾ തന്നെ പൊതുജനങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു രോഗം വന്നാൽ ചികിത്സിക്കുക എന്ന് പറയുന്നത് സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിച്ചു, പല ആശുപത്രികളിലും, സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ, കാത്ത് ലാബ്, അങ്ങനെ നവീനമായ പല സജ്ജീകരണങ്ങളുള്ള ആശുപത്രികൾ നമുക്കിടയിലുണ്ട്. അതെല്ലാം നമുക്കെല്ലാവർക്കും അറിയോ? സാധാരണ ജനങ്ങളിലേക്ക് ആ വിവരങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയകരമാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ അതിന് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ തന്നെ ഡോക്ടർമാരുടെ സേവനം ഏകദേശം മുഴുവൻ സമയം ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്.
വൈക്കോച്ചിറയിൽ ഹെർബർട്ട് കനാലിന് കുറുകെയുള്ള ഷട്ടർ നിർമ്മാണത്തിനിടെ സമീപത്തെ ആനക്കടവ് പാലം തകർന്നു. പാലത്തിന്റെ ഇരുകരകളിലുമുള്ള വലിയ തൂണുകൾ ഇടിഞ്ഞു വീണായിരുന്നു അപകടം. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ പെടുന്നതാണ് ഷട്ടർ നിർമ്മാണം നടക്കുന്ന ഹെർബർട്ട് കനാൽ പ്രദേശം. ഇവിടെയുള്ള ആനക്കടവ് പാലത്തിനോട് ചേർന്നാണ് ഷട്ടർ നിർമ്മാണം നടക്കുന്നത്. ഇതിനായി JCB ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പാലത്തിന്റെ ഇരുകരകളിലുമുള്ള തൂണുകൾ ഇടിഞ്ഞു വീഴുകയായിരുന്നു. CC മുകുന്ദൻ MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 46 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഷട്ടർ നിർമ്മിക്കുന്നത്. മുൻപ് ആനക്കടവിൽ ചെറിയ വാഹനങ്ങൾ മാത്രം കടന്നുപോയിരുന്ന സ്ലൂയിസ് കം ബ്രിഡ്ജായിരുന്നു ഇത്. കഴിഞ്ഞ മഴക്കാലത്ത് ഇത് പൊട്ടിത്തകർന്നു. പ്രദേശവാസികളുടെ ചെറിയൊരു യാത്രാമാർഗം ഇല്ലാതായതോടെ ജനങ്ങൾ തന്നെ പാലത്തിനായി സംഘടിച്ചു. പിന്നീട് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച മാസങ്ങൾക്കുള്ളിൽ 3 ലക്ഷം രൂപ ചെലവഴിച്ച പാലം ഉയർത്താനായി. ഈ പാലത്തിനാണ് നിലവിൽ തകർച്ച നേരിട്ടത്. ചേർപ്പ് പുഞ്ചിരിപ്പാടത്ത് സ്ഫോടക വസ്തു എറിഞ്ഞ യുവാക്കളെ ആക്രമിച്ച് കാർ വെട്ടിപ്പൊളിച്ച സംഭവത്തിൽ കാറിൽ നിന്ന് MDMA പിടിച്ചെടുത്തു. കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ചേർപ്പ് പുഞ്ചിരിപ്പാടത്താണ് സംഭവമുണ്ടായത്. പുലർച്ചെ 1 മണിയോടെ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ കാർ തകർത്തിരുന്നു. പിന്നീട് രാവിലെ 11 മണിയോടെ ചേർപ്പ് SI KS സുബിന്ദ കാർ വിശദമായി പരിശോധിച്ചു. പരിശോധനയിൽ കുട്ടികൾക്കും മറ്റുമായി വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെടുക്കുകയായിരുന്നു. ഈ കേസിലാണ് 5 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണിമംഗലം പനമുക്ക് സ്വദേശികളായ അറക്കപ്പാടൻ വീട്ടിൽ ജസ്വിൻ, പനങ്ങാടൻ വീട്ടിൽ അലൻ, കൊട്ടേക്കാട് വീട്ടിൽ അഖിൽ, ആളോത്ത് വീട്ടിൽ വൈശാഖ്, കണിമംഗലം വലിയാലുക്കൽ സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഹനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾക്കുശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളിൽ വൈശാഖ നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അടിപിടി ഉൾപ്പെടെ 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ജസ്വിൻ നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച 2 കേസുകളിൽ പ്രതിയാണ്. അലൻ മണ്ണുത്തി നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമം ഉൾപ്പെടെ 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അഖിൽ നെടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. മറ്റൊരു പ്രതിയായ ഹനീഷ് ഒരു കവർച്ചാ കേസിലും പ്രതിയാണ്. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് അംഗങ്ങളും ഗ്രേഡ് ASIമാരുമായ ജയകൃഷ്ണൻ, ഷൈൻ, ഗ്രേഡ് ASI ES ജീവൻ, ഷൈൻ, ഗ്രേഡ് സീനിയർ CPO സോണി, CPO വികാസ്, ഗ്രേഡ് SI MS ഷാജു, ഗ്രേഡ് ASI ആരിഫ്, ഗ്രേഡ് സീനിയർ CPO അർജുൻ, CPOമാരായ മുഹമ്മദ്, പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. LDF നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥ നടത്തി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ CC മുകുന്ദൻ MLA, വൈസ് ക്യാപ്റ്റൻ AS ദിനകരൻ, ജാഥ മാനേജർ KK ജോബി, ട്രഷറർ KM കിഷോർ കുമാർ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് വ്യാഴാഴ്ച തൃപ്രയാറിൽ സ്വീകരണം നൽകും. UDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം നൽകുന്നതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 3-നാണ് പുതുകിയ യാത്രയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകുക. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാട്ടിക നിയോജക മണ്ഡലം സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷനാകും. സംസ്ഥാനത്തെ പ്രമുഖ UDF നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അനിൽ പുളിക്കൽ, സുനിൽ ലാലൂർ, KA ഹാറൂൺ റഷീദ്, K ദിലീപ് കുമാർ, VR വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബഹുമാനായ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ VD സതീശൻ അവർ നയിക്കുന്ന സംസ്ഥാന ജാഥ പുതുയുഗ യാത്ര നാളെയും മറ്റന്നാളുമായി ഫെബ്രുവരി 18, 19 തീയതികളിൽ തൃശ്ശൂർ ജില്ലയിൽ എത്തുകയാണ്. നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിലെ പുതുയുഗ യാത്രയുടെ സ്വീകരണ പരിപാടി സമ്മേളനം 19-ാം തീയതി വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃപ്രയാറിൽ നടക്കുകയാണ്. ബഹുമാനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ അവർകളാണ് ആ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും. ജാഥയിലെ സ്ഥിരാംഗങ്ങൾ മുതൽ സംസ്ഥാനത്തെ സമുന്നതരായ UDF നേതാക്കൾ ആ സമ്മേളനത്തിൽ സംബന്ധിക്കും. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള UDF പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ LDF 8 കോടി രൂപയുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പദ്ധതി ഇല്ലാതാക്കുന്നതാണ് UDF നീക്കമെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു.
നാട്ടിക പഞ്ചായത്തിന് കീഴിലുള്ള തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 8 കോടി രൂപയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്തതിന്റെ ഭാഗമായി 80 ലക്ഷം രൂപ കൂടി CC മുകുന്ദൻ MLA മുഖേന ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ LDF ഭരണസമിതി കാലത്താണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി മറ്റു നടപടികളും ഇക്കാലയളവിൽ പൂർത്തീകരിച്ചു. ഈ ഘട്ടത്തിലാണ് പുതിയ UDF ഭരണസമിതി ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇത് പദ്ധതിയെ തകർക്കുന്നതിന് ഇടവരുത്തും. 40ഓളം ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ബസ് സ്റ്റാൻഡ് സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ബസ്സുകൾ റോഡരികിലേക്ക് മാറ്റപ്പെടും. ഇത് അപകട സാധ്യതയും ഉളവാക്കുന്നതാണ്. പദ്ധതിയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ LDF പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. ബുധനാഴ്ച വൈകിട്ട് 4-ന് നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് തൃപ്രയാർ ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. തുടർന്ന് പൊതുയോഗം നടക്കുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ KB ഹംസ, CS മണി, പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, KR പവിത്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 10 കൊല്ലക്കാലം UDF ഇവിടെ ഭരിച്ചപ്പോൾ ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിന് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. LDF വന്നപ്പോഴാണ് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ വെച്ച് അതിന് DPR തയ്യാറാക്കി തുടർന്ന് അതിൻ്റെ മറ്റ് സാങ്കേതിക അനുമതികളൊക്കെ ലഭിച്ച് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിച്ച് ഇപ്പോൾ ഈ 80 ലക്ഷം രൂപ കൂടി അനുവദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കല്ലിടൽ നടത്തുമെന്നുള്ള ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കാനാണ് ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു 40 ബസ് ഒരേ ടൈമിൽ ഈ പറഞ്ഞ സ്ഥലത്തുണ്ടായിരിക്കും. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വേറൊരു പരിപാടി നടത്തുമ്പോൾ ഈ 40 ബസ്സും റോട്ടിലേക്ക് മാറ്റിയിടുമ്പോൾ ഉണ്ടാകുന്ന അപകടാവസ്ഥ, യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, നാട്ടുകാർക്കുണ്ടാകുന്ന, അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ തന്നെ ബോധ്യപ്പെട്ടിട്ടും ഇത് വാടകയ്ക്ക് കൊടുക്കണം എന്നുള്ള രൂപത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ LDFന്റെ അംഗങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടും ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് അവർ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കാൻ ഒരു തീരുമാനമെടുത്തത്. CPIM കാബാലികരാൽ കൊല ചെയ്യപ്പെട്ട കൃപേഷ്, ശരത് ലാൽ എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയാണ് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയാണ് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തുറയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രാദേശികമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പല കമ്മിറ്റിയും അതുപോലെ തന്നെ ആ പ്രദേശത്ത് സാധാരണക്കാർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളെ മുഴുവൻ സാധിച്ചു കൊടുക്കുന്ന രീതിയിൽ അവരുടെ ആ പ്രദേശത്തെ ഏറ്റവും നല്ല പ്രവർത്തകരായിരുന്ന 2 ചെറുപ്പക്കാർ, കൃപേഷും ശരത് ലാൽ. ആ ശരത് ലാലിനെയും കൃപേഷിനെയും അവരുടെ ഒരു ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ മീറ്റിംഗ് കഴിഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ CPMന്റെ കാബാലികർ കൊന്നു തള്ളുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. നമുക്കറിയാം, ഇവിടെ ആ വന്ന സമയത്ത് ഏകദേശം 11:30-12 മണി സമയത്താണ് ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ആ കൊലപാതകം നടത്തി ഞങ്ങൾ ന്യൂസ് കണ്ട് ഏറ്റവും ആദ്യം കേരളത്തിൽ തന്നെ ഒരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ നാട്ടിക നിയോജകമണ്ഡലത്തിലെ ചെറുപ്പക്കാരായിരിക്കും അന്ന് എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അത്രയും വിജിലൻ്റായിരിക്കുന്ന ഒരു സമയത്ത് നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് ഷുഹൈബ് എന്ന ചെറുപ്പക്കാരനെ അരിങ്കൊല നടത്തുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഈ 3 കൊലപാതകങ്ങളുടെയും കേസ് സർക്കാർ ചെലവിലാണ് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി അധ്യക്ഷനായി. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ആഷിഖ് ജോസ്, റാനിഷ് കെ രാമൻ, ജോൺ, കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു വടക്കൻ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച അധ്യാപക അവാർഡ് ജേതാവായിരുന്ന കഴിമ്പ്രം പാലപ്പെട്ടി ബീച്ച് സ്വദേശി പുല്ലാട്ട് വീട്ടിൽ താരനാഥൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം. കഴിമ്പ്രം BPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാളായിരുന്നു. നിരവധി സാമൂഹിക സംഘടനകളുടെ നേതൃസ്ഥാനം വഹിച്ചിരുന്നു. മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള വോളിബോൾ ടീം താരം കൂടിയായിരുന്നു അദ്ദേഹം. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. രേണുകയാണ് ഭാര്യ. ഗ്ലിറ്റർ, ഗ്ലോറി എന്നിവർ മക്കളും ഡോക്ടർ ഹരിദയാൽ, ഹസീന എന്നിവർ മരുമക്കളുമാണ്. അഡാപ്റ്റ് സൊസൈറ്റിയുടെ വെങ്ങണിശ്ശേരിയിലെ സേവന പരിശീലന കേന്ദ്രത്തിൽ അമ്മമാർക്ക് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനം നൽകും. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായാണ് അമ്മമാർക്ക് സൗജന്യ DTP കോഴ്സ് ആരംഭിക്കുന്നത്. പരിശീലനം നേടാൻ താൽപ്പര്യമുള്ളവർ 8301 07 4962
9447 524962 എന്നീ നമ്പറുകളിൽ ഈ മാസം 20-ന് ശനിയാഴ്ചയ്ക്ക് മുൻപായി ബന്ധപ്പെടുക. ആദ്യം അപേക്ഷിക്കുന്ന 25 അമ്മമാർക്കാണ് സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അവസരം ലഭിക്കുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,80 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ വാഹന പര്യടനത്തിന് തുടക്കമായി. വികസനത്തിന്റെ നാൾവഴികൾ, സേവനങ്ങൾ, ആരോഗ്യ സന്ദേശങ്ങൾ എന്നിവ ക്യാമ്പയിനിലൂടെ എന്നതാണ് പര്യടന ലക്ഷ്യം. വൈക്കോച്ചിറയിൽ ഹെർബർട്ട് കനാലിന് കുറുകെയുള്ള ഷട്ടർ നിർമ്മാണത്തിനിടെ സമീപത്തെ ആനക്കടവ് പാലം തകർന്നു. പാലത്തിന്റെ ഇരുകരകളിലുമുള്ള വലിയ തൂണുകൾ ഇടിഞ്ഞു വീണായിരുന്നു അപകടം. ചേർപ്പ് പുഞ്ചിരിപ്പാടത്ത് സ്ഫോടക വസ്തു എറിഞ്ഞ് യുവാക്കളെ ആക്രമിച്ച് കാർ വെട്ടിപ്പൊളിച്ച സംഭവത്തിൽ കാറിൽ നിന്ന് MDMA പിടിച്ചെടുത്തു. കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.